ഹലോ, ക്ലിയർ ആയോ? ഇപ്പം ഗൂഗിൾ മീറ്റും സൂമും എല്ലാരും പോയാ? ഹലോ, ഓക്കെ. യൂട്യൂബും കൂടെ ഒന്ന് നോക്കിക്കോളണേ, കാരണം നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനായോണ്ടാണ് ഞാൻ അത് ചോദിക്കുന്നത്. പുതിയൊരു ലിങ്ക് ലൈവ് കയറി നോക്കിയാൽ മതി, ചാനലിൽ കയറി നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഷോർട്ട് റണ്ണില് ആവറേജ് റവന്യൂ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിന് ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് കർവിൽ കറക്റ്റ് കാണാം. ആ പോയിന്റ് എന്ന് പറയുന്നത് എന്താ? ആവറേജ് റവന്യൂ കർവ് ഷുഡ് ബി ദി ടാൻജന്റ് ഓഫ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഈ ആവറേജ് റവന്യൂ കർവ് ആവറേജ് കോസ്റ്റ് കർവ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിന്റെ ടാൻജന്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ ഈ ഒരു പോയിന്റ് എടുത്താല് നമ്മൾ ഇവിടെ പറഞ്ഞ അതേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രൈസ് ലൈൻ ആണ്. നമ്മൾ എങ്ങനെയാ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ഏത് പോയിന്റില? MC is equal to MR എന്ന് പറയുന്ന പോയിന്റിലാണ്. MC is equal to MR എന്ന് പറയുന്ന പോയിന്റിലാണ് ആ ഒരു ഫേമിന്റെ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ഔട്ട്പുട്ടും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്ത അങ്ങനെയല്ലേ? ഈ ഒരു പോയിന്റിലല്ലേ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട്, അതാണ് പ്രൈസ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തത്. സെയിം കാര്യമാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ഇവിടെ MC is equal to MR എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു കർവാണ്. ഈ കർവിലെ ഈ പോയിന്റ് ആണ്. ശരിയാണല്ലോ? അപ്പൊ MC is equal to MR എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യാം. ദാറ്റ് ഈസ് അവർ Q. ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് കിട്ടും. ഇനി നമ്മൾ എങ്ങനെയാ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്? കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഇക്വിലിബ്രിയം ഔട്ട്പുട്ടിൽ വരുന്ന കോസ്റ്റ് എത്രയാണോ അതാണ് ആ ഫേമിന്റെ ഇക്വിലിബ്രിയം കോസ്റ്റ്. സോ ഇക്വിലിബ്രിയം കോസ്റ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഒരു ഫേമിന്റെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ ആ ഫേമിന് എത്രത്തോളം കോസ്റ്റ് വരുന്നു അത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫേമിന്റെ കോസ്റ്റ് അനാലിസിസ് കണക്കാക്കുന്നത്. ശരിയല്ലേ? ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. ആവറേജ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുക. അതെല്ലാം നമ്മൾ പഠിച്ച കാര്യം. അപ്പൊ ഈ ഒരു കർവ് എടുക്കുമ്പോൾ ഇവിടെ ഇതേ പോയിന്റിൽ തന്നെയാണ് എന്തും വരുന്നത്? ആവറേജ് കോസ്റ്റും വരുന്നത്. അതായത് ഈ ഒരു റെക്ടാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ റെക്ടാങ്കിൾ കാണിക്കുന്നത് എന്താ? ഇവിടെ നമുക്ക് രണ്ട് റെക്ടാങ്കിൾ കിട്ടിയായിരുന്നില്ലേ? ഈ വലിയ റെക്ടാങ്കിൾ കാണിച്ചത് എന്തായിരുന്നു? ടോട്ടൽ റവന്യൂ ആയിരുന്നു കാണിച്ചത്. ഈ കോസ്റ്റിനകത്ത് വരുന്ന ഈ ചെറിയ റെക്ടാങ്കിൾ കാണിച്ചത് എന്താ? ടോട്ടൽ കോസ്റ്റ് ആണ് കാണിച്ചത്. അതായത് ആവറേജ് കോസ്റ്റിന്റെ ഔട്ട്പുട്ട്, മറ്റത് ആവറേജ് റവന്യൂ ഇൻറ്റു ഔട്ട്പുട്ട്. ടോട്ടൽ റവന്യൂ കിട്ടിയത് ആവറേജ് റവന്യൂ ഇൻറ്റു ഔട്ട്പുട്ട് എന്ന പ്രിൻസിപ്പിളും, ടോട്ടൽ കോസ്റ്റ് കിട്ടിയത് ആവറേജ് കോസ്റ്റ് ഇൻറ്റു ഔട്ട്പുട്ട് എന്ന പ്രിൻസിപ്പിളിൽ നിന്നാണ് നമുക്ക് ഇത് രണ്ട് കാര്യങ്ങൾ കിട്ടിയത്. പക്ഷെ ഇവിടെ ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂവും ഒരേ പോയിന്റിലാ വരുന്നത്. മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഒരേ പോയിന്റിലാ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു കർവ് വരുമ്പോൾ ഇതിനകത്ത് ടോട്ടൽ റവന്യൂ തന്നെയാണ് ആ ഫേമിന്റെ എന്തായിട്ട് മാറുക? ടോട്ടൽ കോസ്റ്റ് ആയിട്ട് മാറുക. അഥവാ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആയിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ ഓർമ്മിക്കാൻ. ഇവിടെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ പോയിന്റ് ആണ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ E എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ F എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ, അതായത് OP അല്ലെങ്കിൽ QF രണ്ടും പറയാം. OP അല്ലെങ്കിൽ QF, അതാണ് ലെങ്ത്. ദെൻ അടുത്തായിട്ട് നമുക്ക് OQ എടുക്കാം. അപ്പൊ OP ഇൻറ്റു OQ ആണ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി, അഥവാ ആവറേജ് കോസ്റ്റ് വന്നു, ദെൻ ഔട്ട്പുട്ട് വന്നു, അതാണ് ടോട്ടൽ കോസ്റ്റ്. അതുപോലെ ഇവിടെ റവന്യൂ എന്ന് പറഞ്ഞാലും സെയിം പോയിന്റ് തന്നെയാണ് റവന്യൂവിലും വരിക. അതായത് OP ഇൻറ്റു OQ തന്നെയാണ് റവന്യൂ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആണ്. അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ആവറേജ് റവന്യൂ, ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിനെ സംബന്ധിച്ച് ആവറേജ് റവന്യൂ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിന് ഈക്വൽ ആണെങ്കിൽ, ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, ഇഫ് ദി ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, then what will happen? The total revenue and the total cost of the firm will be equal. ഇതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. നിങ്ങൾ PG എൻട്രൻസ് ഒക്കെ എഴുതുമ്പോൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
സാധാരണ വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമിനെ സംബന്ധിച്ച് ആവറേജ് റവന്യൂ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിന് ഈക്വൽ ആണ് എങ്കിൽ ആ ഫേമിന്റെ ടോട്ടൽ റവന്യൂ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഒരു ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ആണ് എങ്കിൽ ആ ഫേമിന് അവിടെ എന്തുണ്ടാവില്ല? പ്രോഫിറ്റ് ഉണ്ടാവില്ല, അല്ലേ? ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട്, അതായത് ടോട്ടൽ റവന്യൂ എക്സീഡ്സ് ഓവർ ടോട്ടൽ കോസ്റ്റ്, അതാണ് അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ റവന്യൂ കൂടുതലും ടോട്ടൽ കോസ്റ്റ് കുറയുകയും ചെയ്താലാണ് ആ ഫേമിന് എന്തുണ്ടാവുക? പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് ആണ്. നോ പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ പഠിച്ചു. ആവറേജ് റവന്യൂ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിന് ഈക്വൽ ആണ് എങ്കിൽ അവിടെ ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആണ് എങ്കിൽ ആ ഒരു ഫേം എന്തായിരിക്കും? നോ പ്രോഫിറ്റ് സിറ്റുവേഷനിലായിരിക്കും. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യാന്ന് പഠിച്ചു. രണ്ടാമത്, ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ലോ പ്രോഫിറ്റ് ഉണ്ടാകുന്നതെന്നും പഠിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ അസംഷൻ അല്ലെങ്കിൽ അതിന്റെ ആ തിയററ്റിക്കൽ ഫ്രെയിം എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും പറയണമെങ്കിൽ ചോദിച്ചോളണേ. കാരണം ഇനി ഇത് ലൈവായിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ മോഡിൽ എടുക്കാനുള്ള ഒരു ടൈം ഇല്ല. അപ്പൊ ഇനി നിങ്ങൾക്ക് തിങ്കളാഴ്ച മുതലായാലും സെക്കൻഡ് സെമ്മിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത് അതിനിടയ്ക്ക് നാളെയും മറ്റന്നാളായിട്ട് ഓൺലൈനായിട്ട് ഈ പോർഷൻ തീർക്കണം. തിങ്കളാഴ്ച നമുക്ക് ലാസ്റ്റ് ഉള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് തിങ്കളോ ചൊവ്വയായിട്ട് അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് സെമ്മിൽ അത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോ ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പം ഒന്ന്, പ്രോഫിറ്റ് എങ്ങനെ വന്നു. രണ്ട്, ആ ഫേമിന്റെ നോൺ പ്രോഫിറ്റ് നോ പ്രോഫിറ്റ് എങ്ങനെയാണ് വന്നത്, അഥവാ ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂ എങ്ങനെ വന്നു. അപ്പം പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ടോട്ടൽ റവന്യൂ എക്സീഡ്സ് ഓവർ ടോട്ടൽ കോസ്റ്റ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ്. ആദ്യം പഠിച്ച കാര്യം. രണ്ടാമത്, ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്, ദാറ്റ് ഈസ് നോ പ്രോഫിറ്റ്. നോ പ്രോഫിറ്റ് നോ ലോസ്. നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഇത് തിരിച്ച് സംഭവിക്കുന്നു. ടോട്ടൽ റവന്യൂ ലെസ് ദാൻ ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ റവന്യൂ ലെസ് ദാൻ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടോട്ടൽ റവന്യൂ ലെസ് ദാൻ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാല് ആവറേജ് റവന്യൂ ലെസ് ദാൻ ആവറേജ് കോസ്റ്റ് ആയിട്ട് മാറും. ആവറേജ് റവന്യൂ കുറവും ആവറേജ് കോസ്റ്റ് കൂടുതലുമായിട്ട് വരും. അപ്പൊ കർവ് എങ്ങനെ മാറും? കർവ് എങ്ങനെ മാറും? ഇത് നമ്മുടെ മാർജിനൽ കോസ്റ്റ് കർവാണ്. കർവ് ഇതാ ഇങ്ങനെ മാറും. കണ്ടോ? മൂന്നിലും കർവിന്റെ ഷേപ്പുകൾ നോക്കി വെക്കുക. വെറുതെ കാണാതെ പഠിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കി പഠിക്കുക. കർവൊക്കെ വരച്ച് പഠിക്കുക. എം സി ഇത് എ സി ആണ്, ഇത് എ ആർ ഈസ് ഈക്വൽ ടു എം ആർ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ഇവിടെ എ സി കൂടുതലും എ ആർ കുറവുമാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ റവന്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്? റവന്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് എവിടെയാണ്? എം സി എം ആർ ഇക്വാളിറ്റി അല്ലെങ്കിൽ എം സി എ ആർ ഇക്വാളിറ്റി. ഇതാ ഈ പോയിന്റ് ആണ് നമ്മുടെ റവന്യൂ. അപ്പൊ ഈ റെക്ടാങ്കിൾ ആണ് നമ്മുടെ ടോട്ടൽ റവന്യൂ കാണിക്കുന്നത്. ആവറേജ് റവന്യൂ ഇൻറ്റു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ വെച്ച് ഇതാണ് നമ്മുടെ ടോട്ടൽ റവന്യൂ റീജിയൻ. എവിടെയാണ് നമ്മൾ കോസ്റ്റ് കാണുന്നത്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോസ്റ്റ് ലൈൻ എത്രയുണ്ടെന്ന് നോക്കുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോസ്റ്റ് ലൈൻ എത്രയുണ്ടെന്ന് നോക്കുക. അതായത് ഇവിടെ ഒരു പോയിന്റ് വരും. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വിലിബ്രിയം പ്രൈസ് ആണ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് കാണും. ഇതാണ് P1 കോസ്റ്റ് പ്രൈസ് ആണത്. അതായത് ആ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ പ്രൈസ് ആണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫേമിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ്, വലിയ റെക്ടാങ്കിൾ ആണ്. അതായത് പേര് കൊടുത്തു കഴിഞ്ഞാൽ OP1 AQ ആണ്. OP1 AQ കാണിക്കുന്നത് ഏരിയ ഓഫ് OP1 AQ കാണിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. OP1 AQ കാണിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. OPBQ കാണിക്കുന്നത് ടോട്ടൽ റവന്യൂ ആണ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് OP1 AQ, ഏരിയ ഓഫ് റെക്ടാങ്കിൾ OP1 AQ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റും, ഏരിയ ഓഫ് റെക്ടാങ്കിൾ OPBQ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ആണ്. അപ്പൊ ഇവിടെ ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂ ആണ് വരുന്നത്. പോസിറ്റീവ് വാല്യൂ ടോട്ടൽ കോസ്റ്റ്, അതിൽ വലിയ സംഖ്യ ടോട്ടൽ കോസ്റ്റ് ആണ്. അതിൽ നിന്ന് ടോട്ടൽ റവന്യൂ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഏരിയ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്ടാങ്കിൾ PP1 AB
PP1AB ആണ്. ഈ PP1AB എന്ന് പറയുന്നത് ആ ഫേമിന്റെ എന്താ ലോസ് ആണ്. അപ്പൊ ഇത് കാണിക്കുന്നത് ആ ഫേം നഷ്ടത്തിലാണെന്നാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതെല്ലാം പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ പ്രോഫിറ്റ് ലോസ്, അതിന്റെ ഫേം എങ്ങനെയാണ് പ്രോഫിറ്റ് ലോസ് ചെയ്യുന്നത് ഷോർട്ട് പീരീഡിൽ എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ചിന്തിച്ചു നോക്കിയേ, ഇപ്പൊ നിങ്ങൾ ഒരു കമ്പോളത്തിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്തു, അത് കൊണ്ടുപോയി വിൽപ്പനയ്ക്ക് വെച്ചു. നിങ്ങൾക്ക് ലോസ് ആണ് എങ്കിൽ, ഷോർട്ട് പീരീഡിൽ നിങ്ങൾക്ക് ലോസ് ആണ് എങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യും? നോർമലി ചെയ്യൂലേ? അല്ല, ഇപ്പൊ നമ്മൾ എന്ത് സാധനം വിറ്റാലും നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടും. അല്ല, നോ പ്രോഫിറ്റ് നോ ലോസ് ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. കാരണം എന്താ, ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യും? നോ ലോസ് നോ പ്രോഫിറ്റ്, അതായത് AR is equal to അല്ലെങ്കിൽ TR is equal to TC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ AR is equal to AC എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യും. അതിന്റെ കാരണം എന്താ, ഭാവിയിൽ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് വി വിൽ ഗെറ്റ് പ്രോഫിറ്റ് ഇൻ ദി ഫ്യൂച്ചർ. സോ വി കണ്ടിന്യൂ ദി പ്രൊഡക്ഷൻ വെൻ ദി ആവറേജ് റവന്യൂ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. പക്ഷെ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ അവിടെ എന്തില്ല, നമുക്കൊരു ഷുവർട്ടി ഇല്ല. കാരണം ഇപ്പോഴേ ലോസ് ആണ്, ഭാവിയിൽ എന്ത് സംഭവിക്കാം, ലോസ് സംഭവിക്കും. അങ്ങനെ ഒരു ഫേമിന് ഫ്യൂച്ചറിൽ അത് ലോസ് എക്സ്പെക്ട് ചെയ്യുകയാണ് എങ്കിൽ ആ ഫേം എന്തിന് സാധ്യതയുണ്ട്, അവരുടെ ഉൽപാദനം നിർത്തിപ്പോകുന്നതിന്, പ്രൊഡക്ഷൻ ക്ലോസ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. അങ്ങനെ പ്രൊഡക്ഷൻ ക്ലോസ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷട്ട് ഡൗൺ പോയിന്റ് അല്ലെങ്കിൽ ക്ലോസ് ഡൗൺ പോയിന്റ് എന്ന് പറയും. ഷട്ട് ഡൗൺ പോയിന്റ് അല്ലെങ്കിൽ ക്ലോസ് ഡൗൺ പോയിന്റ്. ഷട്ട് ഡൗൺ പോയിന്റ് അല്ലെങ്കിൽ ക്ലോസ് ഡൗൺ. അപ്പൊ എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ് അല്ലെങ്കിൽ എന്താണ് ക്ലോസ് ഡൗൺ പോയിന്റ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ പോയിന്റ് ഓർ ഇറ്റ് ഈസ് ദ ലെവൽ ഇൻ വിച്ച് ദി ഫേം ഇൻ ദി perfect competitive market has decided to exit from the market, or it is decided to stop their production. So it is the point or level in which the fame in the perfect competitive market or any market has decided to what? Decided to exit from the market. Marketil ninnu exit cheyyuka, which means they stops their production. അവരുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന പോയിന്റ് ആണ് എന്ത്, ഒരു ഫേമിനെ സംബന്ധിച്ച് അതിന്റെ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന്. ഇനി എങ്ങനെയാണ് ഒരു ഫേമിന്റെ ഷട്ട് ഡൗൺ പോയിന്റ് ഉണ്ടാവുക? അപ്പൊ ഷട്ട് ഡൗൺ എന്ന് പറയുന്ന ഫിനോമിനൻ ഏത് പീരീഡിൽ ബന്ധപ്പെട്ടതാ? ഷോർട്ട് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ഒരു ഫേമിന്റെ ഷട്ട് ഡൗൺ പോയിന്റ് തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഓഫ് ദി ഫേം. So the shutdown point is determined by the average variable cost. ഒരു ഫേമിന്റെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എത്രയാണോ, അതായത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു വാട്ട് ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷൻ മാറുന്ന അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കോസ്റ്റ് ആണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ആ മാറ്റത്തിന് ആനുപാതികമായിട്ട് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അവ തമ്മിലുള്ള റേഷ്യോയാണ്. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വാട്ട്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത് തീരുമാനിക്കുക? ഒരു ഫേമിന്റെ ഷട്ട് ഡൗൺ പോയിന്റിനെ തീരുമാനിക്കുക. ദി ഷട്ട് ഡൗൺ പോയിന്റ് ഓഫ് എനി ഫേം ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി കമ്പോണന്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഓർ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഡിറ്റർമിൻസ് വാട്ട്? The shutdown point of any firm, whether it is perfect competitive or it is monopoly or monopolistic competitive or duopoly, oligopoly. There are n number of markets in the economics. So whatever the type of market, the shutdown point that is determined by the cost function average variable cost. That is ഏത് രീതിയിലുള്ള മാർക്കറ്റ് ആണെങ്കിലും ആ മാർക്കറ്റിന്റെ ഷട്ട് ഡൗൺ പോയിന്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ പഠിച്ചു ആവറേജ് വേരിയബിൾ കോസ്റ്റും ഇറ്റ് ഈസ് ആൾസോ എ യു ഷേപ്ഡ് കർവ്. അപ്പൊ ഇതാണ് എന്റെ ആവറേജ് കോസ്റ്റ്, മോർ സ്പെസിഫിക്കലി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇതിന്റെ താഴെയായിട്ട് ഇങ്ങനെ പോകും. ഒരു ഇൻക്രീസിംഗ് പീരീഡ് എത്തിക്കഴിയുമ്പോൾ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ഇത്തിരി അകത്തേക്ക് ബെൻഡ് ചെയ്ത് ഇങ്ങനെയാണ് പോകുന്നത്.
ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഡൈവേർജന്റിലാണ് പോകുന്നത്, ഇങ്ങനെയാണ് പോകുന്നത്. നിങ്ങളെ ടെക്സ്റ്റിൽ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ചില ടെക്സ്റ്റിലൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കും. അത് കണ്ട് വിചാരിക്കരുത് ഒരിക്കലും ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുമെന്ന് വിചാരിക്കരുത്. കാരണം ഒരു പീരീഡ് കഴിയുമ്പോൾ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് വെൻഡിങ് ആണ്. കാരണം യു ഷേപ്പ് ആണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് പ്യൂർ യു ഷേപ്പ് ആണ്. അത് ഇൻസൈഡ് വെൻഡിങ് ആയിട്ടാണ് പോകുന്നത്. ആവറേജ് കോസ്റ്റ് ഇൻസൈഡ് ബെൻഡിങ് പോകും. ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ ഡൈവേർജന്റ് ബെൻഡിങ് ആണ്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് ഡൈവേർജന്റ് ആയിട്ടായിരിക്കും പോകുന്നത്. അതായത് അതിന്റെ യു എന്ന് പറയുന്നത് ഇങ്ങനെ പോകും, ആവറേജ് കോസ്റ്റിന്റെ യു എന്ന് പറയുന്നത് ഇങ്ങനെ പോകും. രണ്ട് യു ഷേപ്പ് ആണ്, പക്ഷെ അതിലൊരു കൺവേർജൻസും ഡൈവേർജൻസും ഉണ്ടാകും. അതാണ് ആ കോസ്റ്റ് കർവിന്റെ ഡിഫറൻസ്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ 10-15 ഫെയിം എടുത്ത് വരച്ചാലും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലെവൽ എടുത്ത് വരച്ചാലും നിങ്ങൾക്ക് ഇത് കറക്റ്റ് കിട്ടണമെന്നില്ല. അതേസമയം ഒരു 100 ഔട്ട്പുട്ട് ലെവലൊക്കെ എടുത്ത് വരയ്ക്കുമ്പോൾ നമുക്കത് കറക്റ്റ് മനസ്സിലാവും. വെറുതെ ഇരിക്കുന്നവർക്ക് ഇത് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ഇരുന്ന് ചെയ്ത് നോക്കാം. പരീക്ഷ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്ക് ഒരു നോളജ് ലെവൽ കൂടും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ 2 കർവാ വരച്ചത്. ഒന്ന് ആവറേജ് കോസ്റ്റ് കർവ് അഥവാ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിലെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഉള്ളൂ. അപ്പൊ എന്താ പറയണ്ട, ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയണ്ട, ഷോർട്ട് റൺ അല്ലെങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടിയുണ്ട്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. That should be a rectangular hyperbola. Average fixed cost is always a rectangular hyperbola, and it is asymptotic to the x-axis. So, ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് ഫിക്സഡ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫേമിന്റെ ഷട്ട് ഡൗൺ പോയിന്റിനെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യും? അപ്പൊ ഇവിടെ നമുക്ക് പ്രൈസ് ലൈൻ പല രീതി വരാം. പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഫേമിന്റെ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ കർവ് പല രീതിയിൽ വരാം. ഒന്ന്, നമ്മൾ നേരത്തെ പഠിച്ച കണ്ടീഷൻ ആണെങ്കിൽ ഇങ്ങനെ പോവാം. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കാര്യമാണ് പറയുന്നത്. ആവറേജ് കോസ്റ്റിന്റെ മിനിമത്തിൽ കൂടി ആവറേജ് റവന്യൂ കർവ് പോകാം. അതൊരിക്കലും ഷട്ട് ഡൗൺ അല്ല, കാരണം നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. രണ്ടാമത് വരുന്നത് ഇതാ ഈ ഒരു പോയിന്റിൽ കൂടി പോകാം. ഇവിടെ എന്ന് പറയുന്നത് ഇത് നമ്മുടെ പ്രൈസ് ലൈൻ അല്ലെങ്കിൽ AR is equal to MR ആണ്. ഇതാണ് നമ്മുടെ പ്രൈസ് ലൈൻ. അപ്പൊ ഞാൻ ഈ പിയും AR MR മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലൈൻ ഒന്ന് നോക്കി. അവിടെ പ്രൈസ് എന്ന് പറയുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഈക്വൽ ആണ്. ആ ഒരു പോയിന്റിൽ പ്രൈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഈക്വൽ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ ഒന്നും കൂടെ എടുത്തു കഴിഞ്ഞാൽ, here the price line or the average revenue curve or the marginal revenue curve is the tangent of what? Average variable cost curve. So the price curve or the average revenue curve, or it is same as the marginal revenue curve, that is a tangent of what? Average variable cost curve. Okay, ഇതൊരു ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിന്റെ ടാൻജന്റ് ആണ്, ഒരു തൊടുവരയായിട്ടാണ് വരുന്നത്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത, ഒരു സിംഗിൾ പോയിന്റിൽ മാത്രമേ ആ ഒരു ഇന്റർസെക്ഷൻ കാണൂ. സിംഗിൾ പോയിന്റ് ഇന്റർസെക്ഷനിൽ കോണ്ടാക്ട് ആണ് നമ്മൾ പറയുന്നത്. സിംഗിൾ പോയിന്റ് കോണ്ടാക്ട് ആണ് ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിൽ ആണ് ഫേം എന്ത് തീരുമാനിക്കുക? ഷട്ട് ഡൗൺ എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഇവിടെ നോക്കൂ, ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടും. ഈ ഒരു പോയിന്റിൽ ഫേമിന് പ്രൈസ്ഡ് ആണ്, ഇത്രയും ലെവൽ ആവറേജ് റവന്യൂ ഉണ്ട്. അതായത് എ എന്ന് പറയുന്ന പോയിന്റാണ് ഞാൻ പറയുന്നത്. എ എന്ന് പറയുന്ന പോയിന്റിൽ ആവറേജ് റവന്യൂ ഉണ്ട്, പ്രൈസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യാം. നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. മാർജിനൽ കോസ്റ്റ് കർവ് അതിനെ കട്ട് ചെയ്ത് പോകും. നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ രണ്ടാമത്തെ പോയിന്റ് ആകുമ്പോൾ, അതായത് ബി എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന ഇതാ ഈ പോയിന്റ് ആകുമ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം, ആവറേജ് വേരിയബിൾ കോസ്റ്റ് പ്രൈസിന് ഈക്വൽ ആയിട്ട് മാറുന്നു. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈസ്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇവിടെ അതിന് പ്രോഫിറ്റ് ഇല്ല. അപ്പൊ ഇത്രയും പാർട്ട് എന്ന് പറയുന്നത് ആ ഫേം എന്ത് ചെയ്യേണ്ടി വരുന്നു? ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ഒരു ബർഡൻ ഇൻകർ ചെയ്യേണ്ടി വരും. ഇത്രയും ലെവൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത്രയും ലെവൽ ഓഫ് ബർഡൻ, അതായത് ഇത്രയും ലെവൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത്രയും ലെവൽ ഓഫ് ബർഡൻ,
അതെന്ത് ചെയ്യണം? സഹിക്കണം. ഇത് നോക്കൂ, ഈ ലെവൽ വരെ ഔട്ട്പുട്ട് എത്തുമ്പോഴും ഈ ഫേമിന് ഇതേ ബർഡൻ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഔട്ട്പുട്ട് ഇൻക്രീസ് ആയി പോകുന്നതനുസരിച്ച് ഇവിടെ ബർഡൻ ഉണ്ട്, ബർഡനിൽ വ്യത്യാസമില്ല. അപ്പൊ അത് കോൺസ്റ്റന്റ് ആയിട്ട് ആ ബർഡൻ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പോയി ഇവിടെ എങ്ങും പക്ഷെ പ്രൈസ് എന്തല്ല, ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഈക്വൽ അല്ല. പക്ഷേ അതൊരു ഈക്വൽ ആയി കഴിഞ്ഞാൽ, കാരണം ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറഞ്ഞു വരുന്നു, ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നീട് ആ ഫേം പ്രൊഡക്ഷൻ നടത്തിയാൽ, ഈ പോയിന്റിന് ശേഷം ആ ഫേം പ്രൊഡക്ഷൻ നടത്തിയാൽ ആ ഫേം ഒരു ഹ്യൂജ് ലോസിലേക്ക് പോകും. അതിന്റെ ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് വരെ അതിന് ചിലപ്പോൾ സോൾഡ് ഔട്ട് ചെയ്യേണ്ടി വരും, എന്നാലേ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഫേം അവരുടെ പ്രൊഡക്ഷൻ ഷട്ട് ഡൗൺ ചെയ്യുന്നത് അല്ലെങ്കിൽ പോസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ പോയിന്റ്. അപ്പൊ ആ പോയിന്റ് ഓർമ്മിക്കുക, ഇറ്റ് ഈസ് ദ പോയിന്റ് ഇൻ വിച്ച് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈസ്. സോ ആവറേജ് വേരിയബിൾ കോസ്റ്റ് പ്രൈസിന് ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഷട്ട് ഡൗൺ പോയിന്റ് അല്ലെങ്കിൽ ക്ലോസ് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പോയിന്റിന്റെ പ്രത്യേകത ഇതാണ്, ആ പോയിന്റിന് ശേഷം ആ ഫേം പ്രൊഡ്യൂസ് ചെയ്താല് ആ ഫേം എന്ത് ചെയ്യും, ഹ്യൂജ് ലോസിലേക്ക് പോകും. ആ ഫേം ഒരു ഹ്യൂജ് ലോസിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ മാത്രമേ ഒരു ലോസ് ഇൻകർ ചെയ്യാൻ തയ്യാറാവില്ല. പകരം അവർ എന്ത് ചെയ്യും, ട്രൈ ടു ഷട്ട് ഡൗൺ ദെയർ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് തീരുമാനിക്കും. അപ്പൊ ഈ ഒരു ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡിൽ നടക്കുന്ന ഫിനോമിനല്ല. ലോങ് പീരീഡിലാണെങ്കിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ്. അവിടെ എന്തല്ല, ഷട്ട് ഡൗൺ അനാലിസിസ് അല്ല, ലോങ് പീരീഡിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയും. അതായത് നമുക്ക് ആ ലോസ് എങ്ങനെ ബ്രേക്ക് ചെയ്യും, അതാണ് ലോങ് പീരീഡിൽ നോക്കുക. ഷോർട്ട് പീരീഡിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിലോ അല്ലെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനകത്ത് നമുക്കൊരു ഇൻഫ്ലുവൻസ് നടത്താൻ പറ്റില്ല. അഥവാ ഫിക്സഡ് ഫാക്ടർ ഇൻപുട്സിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഷോർട്ട് പീരീഡിൽ ഫിക്സഡ് ഫാക്ടർ ഇൻപുട്ടിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഫേം എന്ത് ചെയ്യും, അവരുടെ പ്രൊഡക്ഷൻ ഷട്ട് ഡൗൺ ചെയ്ത്. ഓക്കെ, അപ്പൊ ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റില് ഷോർട്ട് പീരീഡിൽ നടക്കുന്ന. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എങ്ങനെയാണ് ലോങ് പീരീഡ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ എത്തുക. ലോങ് റൺ ഇക്വിലിബ്രിയം. അപ്പൊ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം എങ്ങനെയാണ് ലോങ് റൺ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. ഇത്രയും കാര്യം പഠിപ്പിച്ച മനസ്സിലായ? ഹലോ, ആരും ഇല്ലേ? അപ്പൊ എങ്ങനെയാണ് ഒരു ഫേം ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ എത്തുക എന്ന കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യം, ഒരു ഫേം ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൽ നിന്നും അതിന്റെ ലോങ് റൺ ആവറേജ് കോസ്റ്റിലേക്ക് എങ്ങനെ എത്തുന്നു, ഷോർട്ട് റൺ മാർജിനൽ റവന്യൂവിൽ നിന്നും അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിൽ നിന്നും ലോങ് റൺ മാർജിനൽ കോസ്റ്റിലേക്ക് എങ്ങനെ എത്തുന്നു.